NDAയിലേക്ക് സാബുവും ജേക്കബ് പോയത് UDFന്റെയും LDFന്റെയും ശല്യം സഹിക്കാൻ പറ്റാണ്ടാണ്. ED വന്നതുകൊണ്ടാണ് NDAയിലേക്ക് പോയത് എന്നത് തെളിയിക്കാൻ ഒരു നോട്ടീസ് അല്ലാതെ ഒരു കിണ്ടിയും ഈ പറഞ്ഞ ഒരു ചാനലുകാരുടെയും കയ്യിലില്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രദർശിപ്പിക്കാൻ ഇവർക്ക് എത്ര നേരമാകും? ഇപ്പൊ ഇവർക്ക് ED നോട്ടീസ് ഒറ്റ കാര്യം ഇവർക്ക് അറിയാം, സാബു ജേക്കബിന് ഇതിലൊന്നും വീഴ്ത്താൻ പറ്റില്ല, ഇതൊന്നും ഒരു കാര്യമല്ല എന്ന് അവർക്കറിയാം. പക്ഷേ ആയുധമാണ് ഇവരുടേത്. ഒരാൾ സംസാരിക്കുമ്പോൾ എന്റെ വീഡിയോന്റെ അടിയിലും കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ EDന്റെ നോട്ടീസ് വന്നില്ലേ, വാഷിംഗ് മെഷീൻ ആക്കിയില്ലേ, ഇതുകൊണ്ടല്ലേ ഇവർക്ക് പറഞ്ഞു നിൽക്കാൻ ഇതുപോലെ എന്തെങ്കിലും മുട്ടുന്യായം വേണം. അങ്ങനെ ഒരു മുട്ടുന്യായമാണ് ഇവരിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം ആഗ്രഹിച്ച പോലെ ജനങ്ങൾക്ക് നല്ലത് ചെയ്തുകൊണ്ട് കിഴക്കമ്പലം മോഡൽ കേരളം മുഴുവൻ വരണമെന്നുണ്ടെങ്കിൽ അധികാരമുള്ള ഈ പറയുന്ന ഞാഞ്ഞൂളുകളെ ഒന്നും പേടിക്കാത്ത നല്ല ഒരു പാർട്ടിയുടെ സപ്പോർട്ട് വേണമായിരുന്നു. അതാണ് മോദി കൊടുത്തത്, അതാണ് അദ്ദേഹത്തെ ആകർഷിച്ചത്. ഇതിനപ്പുറത്തേക്ക് വേറൊരു സംഗതി ഇല്ല. ഈ ഒരു സത്യം അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ED എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. 2020 സാബു ജേക്കബ് NDAയിൽ ചേർന്നത് അല്ലെങ്കിൽ NDAയുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് വാഷിംഗ് മെഷീന്റെ ഭാഗമായിട്ടാണ്. എന്താണ് വാഷിംഗ് മെഷീൻ? അതായത് NDAയിൽ ചേരുന്നവർക്കെല്ലാം ED കേസുകളിൽ നിന്നും ഒഴിവാക്കി കൊടുക്കപ്പെടും എന്നൊരു പ്രത്യേക ഓഫർ ഉണ്ട്. അതിനെയാണ് ഇവർ വാഷിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? അങ്ങനെ ED വന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വിട്ട് സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്ക് ഈ പറയുന്ന 10-13 വർഷം ഒറ്റയ്ക്ക് പോയൊരു പാർട്ടി NDA പോലൊരു പാർട്ടിയോടൊപ്പം ചേരുകയാണ് എന്നാണ് പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആരാണ് ഈ വാർത്ത പുറത്തുവിട്ടത്? നമ്മുടെ റിപ്പോർട്ടർ TV ആണ്. നമുക്കറിയാലോ, റിപ്പോർട്ടർ TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശുദ്ധിയുടെ ഒരു പ്രതിഫലനമാണ്. എങ്ങനെ മനുഷ്യർ മാന്യതയോടെ ജീവിക്കണം, മര്യാദയോടെ ജീവിക്കണം, കേസിൽ പെടാതെ ജീവിക്കണം, നാട്ടുകാരെ പറ്റിക്കാതെ എങ്ങനെ ജീവിക്കണം, ഇതിനൊക്കെ ഒരു വലിയ മാതൃകയാകുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. അപ്പൊ അവർക്കാണല്ലോ ഇതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ കൂടി സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ചിന്തിക്കേണ്ട വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഏതൊക്കെ സാഹചര്യത്തിലാണ് ED വരുന്നത്? EDയുടെ ഒരു നോട്ടീസ് ഒരാൾക്ക് ലഭിച്ചാൽ അതിനർത്ഥം അയാൾ തെറ്റുകാരനാണ്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അയാളെ തൂക്കിക്കൊല്ലണം എന്നാണോ എന്നതാണ് നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടത്. നമുക്കറിയാം EDയുടെ നോട്ടീസ് ലഭിച്ച പല ആൾക്കാരും ഇവിടെ ഉണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകനടക്കം. മുഖ്യമന്ത്രിയുടെ മകന് EDയുടെ നോട്ടീസ് കിട്ടിയത് ഒരു സ്വാഭാവിക നടപടിയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഹാജരാകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഒരു ഡേറ്റ് വന്നു, ഇത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അവനങ്ങ് ഭയങ്കര എന്തോ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നൊന്നും പറയാനായിട്ടൊന്നും ആയിട്ടില്ല. ED അങ്ങനെ ആൾക്കാരെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നതും ഒരു അന്വേഷണ ഏജൻസി എന്ന പേരിൽ അവരുടെ ഡ്യൂട്ടിന്റെ ഭാഗമാണ് എന്നാണ് അന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ് ED നോട്ടീസ് 2020 സാബു ജേക്കബിന് വരുമ്പോൾ മാത്രം അത് അൺയൂഷ്വൽ ആവുന്നത്? അത് EDയുടെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ? അദ്ദേഹം എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്ന് തെളിഞ്ഞിട്ടുണ്ടോ? ED വരുന്നത് എപ്പോഴൊക്കെയാണ്? ഞാൻ പറയുമ്പോൾ പറയട്ടെ, ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുന്നത് എല്ലാവരും തെറ്റുകാരായതുകൊണ്ടല്ല. പ്രധാനമായും താഴെ പറയുന്ന സാഹചര്യങ്ങളിലാണ് ഒരാൾക്ക് നോട്ടീസ് ലഭിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു സാമ്പത്തിക ഇടപാടിലോ കേസിലോ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് നോട്ടീസ് അയക്കാറുണ്ട്. ഇത് കേവലം ഒരു സാക്ഷി എന്ന നിലയിലോ അല്ലെങ്കിൽ ചില രേഖകൾ ഹാജരാക്കാനോ വേണ്ടിയാകാം. സംശയാസ്പദമായ ഇടപാടുകൾ, ബാങ്ക് അക്കൗണ്ടുകളിലോ വിദേശ വിനിമയങ്ങളിലോ അസ്വാഭാവികമായ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിശദീകരണം ചോദിച്ചുകൊണ്ട് ED നോട്ടീസ് അയക്കാറുണ്ട്. മറ്റ് ഏജൻസികളുടെ റിപ്പോർട്ട്, CBIയോ പോലീസോ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ വലിയ തോതിലുള്ള പണമിടപാടുകൾ ഉണ്ടെന്ന് കണ്ടാൽ ED അത് പരിശോധിക്കാൻ നോട്ടീസ് അയക്കും. വിശദീകരണം തേടാൻ നോട്ടീസ് ലഭിക്കുന്നത് ഒരാൾ കുറ്റവാളി ആണെന്നതിന് തെളിവല്ല, മറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. ചുരുക്കത്തിൽ ED നോട്ടീസ് ലഭിക്കുന്നത് നിയമപരമായ ഒരു അന്വേഷണ പ്രക്രിയയുടെ ഭാഗം മാത്രമാണ്. അത് ഒരാൾ തെറ്റ് ചെയ്തു എന്നതിന്റെ അന്തിമ വിധിയല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? റിപ്പോർട്ടർ ചാനലും അതുപോലെ മാതൃഭൂമി ചാനലും ഒരുപാട് ചാനലുകാർ ഇതേ കാര്യം പറഞ്ഞ് വാർത്ത ചെയ്യുന്നതുകൊണ്ട് ED നോട്ടീസ് ലഭിച്ചത് കൊണ്ടാണ് 2020 സാബു ജേക്കബിന് NDAയിലേക്ക് പോകേണ്ടി വന്നത്. അല്ലാതെ ശ്രീനിജൻ MLA ഒന്നും ചെയ്തിട്ടില്ല. ബാക്കി ഈ പറയുന്ന വ്യവസായ മന്ത്രിയായ P രാജീവ് തനിക്ക് പൊക്കൂടെ ഇവിടുന്ന് കുറെ നാളായല്ലോ പോകുന്നു എന്ന് പറയുന്നത്, എന്നിട്ട് എന്താ പോവാത്തെ എന്ന് പറഞ്ഞതും ഒരു കുറ്റമല്ല. ഒന്നും ഒരു കുറ്റമല്ല, മറിച്ച് EDയുടെ ഒരു നോട്ടീസ്, ഈ നോട്ടീസ് കണ്ടപാടെ സാബു ജേക്കബ് അങ്ങോട്ട് വരണ്ടിട്ട് അപ്പൊ തന്നെ NDAയിൽ പോയി അങ്ങ് ചേർന്നു. മനസ്സിലായില്ലേ? അപ്പൊ NDAയിൽ പോയി ചേർന്നാൽ ED പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് രക്ഷപ്പെടുമോ? എത്ര കേസുകളാണ് അങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നത്? കുറെ എണ്ണം മരവിപ്പിച്ചിട്ടുണ്ടെന്നും കുറെ എണ്ണം അങ്ങനെ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞു പറ്റുന്നത്. അതിന്റെ യഥാർത്ഥ സ്ഥിതി വിശേഷങ്ങൾ അല്ലെങ്കിൽ സ്ഥിതി വിവര കണക്കുകൾ എങ്ങനെയാണ്? നമുക്കറിയാം, ED പിടിക്കുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുക? ഒന്ന്, പിഴ അടപ്പിക്കുക എന്നുള്ളതാണ്. പിഴ അടച്ചാൽ ഒരു 3 ഇരട്ടി പിഴയൊക്കെ ആയിരിക്കും. മര്യാദയ്ക്ക് ഇൻകം ടാക്സ് അടച്ചിട്ടില്ല, കണക്കുകളിൽ കൃത്രിമത്വം കാണിച്ചു എന്ന് തെളിയിക്കപ്പെട്ടാൽ പിഴ അടച്ചു കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടും. ആ കാശ് മാത്രം കൊടുത്താൽ മതി. ഇനി അങ്ങനെയല്ല, വിദേശത്തേക്ക് കയറ്റി അയച്ച തുകകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, അത് ഇച്ചിരി രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ്, അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ഉണ്ടാവും, തുടർ നടപടികൾ ഉണ്ടാവും. അപ്പൊ ഓരോ കേസും വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്കറിയാം, ഇവിടെ ഒരുപാട് പേരെ ED പിടിച്ചായിരുന്നല്ലോ. ഹൈറിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു മണി ചെയിൻ ഒരു സംഗതിയായിട്ട് വന്ന ഒരു പ്രതാപനെ ED പിടിച്ച കഥ നിങ്ങൾ വായിച്ചായിരുന്നു. ആ പ്രതാപൻ ഇപ്പൊ എവിടെയാ? ED കൊണ്ട് തൂക്കിക്കൊന്നോ പ്രതാപനെ? അതോ ഇപ്പോഴും ജയിലിൽ തന്നെയാണോ? അല്ല, 16 മാസം ജയിലിൽ കിടന്ന പ്രതാപൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം ഒരുപാട് വിദേശത്തേക്ക് ഫണ്ട് കയറ്റി അയച്ചതിന്റെ കേസുകൾ പെൻഡിംഗ് ആണ്. അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് EDയുടെ ഭാഗത്ത് നിന്ന് വാദങ്ങളും ഉണ്ട്. പക്ഷേ പ്രതാപൻ ഇപ്പോഴും പുറത്താണ്. അതുപോലെ തന്നെ ഒരു റാണ സാമ്പത്തിക കേസ് തന്നെ ഇതുപോലെ വന്നതാണ്, ഇതുപോലെ അകത്തായതാണ്, ഇപ്പോഴും പുറത്താണ്. അപ്പൊ ഇവരൊന്നും ഈ പറയുന്നത് പോലെ NDAയിൽ ചേർന്നത് കൊണ്ട് പുറത്തിറങ്ങി വന്ന ആൾക്കാരല്ല. ഇതിന്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. സാബു ജേക്കബ് എന്ന് പറയുന്നത് ഇവരെ പോലെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച്
സ്വന്തമായി വർഷങ്ങളായി പാരമ്പര്യമായി ഒരു ബിസിനസ് സംരംഭം നടത്തിക്കൊണ്ടു പോകുന്ന വ്യക്തിയാണ്. ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ എക്സ്പോർട്ട് ബിസിനസ് അടക്കം നടത്തിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾക്കറിയാമോ, അമേരിക്കയിലെ കുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറയുന്നതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് കിറ്റക്സിന്റെ ഉൽപ്പന്നങ്ങളാണ്. അമേരിക്കയിൽ അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അങ്ങനെ നിൽക്കുന്ന ഒരു കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ ഉണ്ടാവും. അവരെ സംബന്ധിച്ച് ED വരുന്നതും ഇൻകം ടാക്സ് വരുന്നതും ഒക്കെ ഡെയിലി റൊട്ടീനിന്റെ ഭാഗമാണെന്നേ പറയാൻ സാധിക്കും. അവരിതൊന്നും ആദ്യം കാണുന്നൊന്നുമല്ല. ഒരു നോട്ടീസ് വന്നാൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒന്നും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, ഒരു വക്കീലായിക്കോട്ടെ, എല്ലാം അദ്ദേഹത്തിന് ഉണ്ടാകും. ഈ പറയുന്ന ബിസിനസ് നടത്തുന്ന എല്ലാവർക്കും ഉണ്ടെന്നേ. യൂസഫ് അലി കടക്കം ഉണ്ടെന്നേ. അവരൊക്കെ ഇത് ഡെയിലി ഫേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരാ. അപ്പൊ ഈ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ED എന്ന് പറയുമ്പോൾ അയ്യോ ED വന്നു, അയ്യോ ഇൻകം ടാക്സ് വന്നു, ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇത് വലിയൊരു സംഗതിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ED നോട്ടീസ് അയക്കുന്നത് കൊണ്ടല്ല NDAയിലേക്ക് തന്റെ പ്രവേശനം ഉണ്ടായത് എന്ന് വളരെ വ്യക്തമായിട്ട് സാബു ജേക്കബ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇനി ചുമ്മാ അദ്ദേഹം വാ കൊണ്ട് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ വലിയ ഇതായിട്ട് തോന്നില്ലല്ലോ. വാ കൊണ്ട് പറയുമല്ല. നുണ പ്രചരിപ്പിക്കുന്ന ചാനലുകൾക്കെതിരെ നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം. അതിൽ ഒന്നാമത്തെ ചാനൽ റിപ്പോർട്ടർ ചാനലാണ്. ആ ചെറിയ വിഷ്വല് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്നുള്ളത് അതൊന്ന് കണ്ടു. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ഞാൻ എടുത്തു പറയാൻ, അതിലെ ഒരു റിപ്പോർട്ടാണ് പറയുന്നതെന്ന് ഓർക്കണം. 2016 ഒരു ഡോക്യുമെന്റ്സ് തന്നെ വിവിധ ബാങ്കിൽ വെച്ചിട്ട് കോടിയിലധികം തട്ടിയെടുത്ത ഒരാള് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. വീണ്ടും 21 സർക്കാരിന്റെ മരം മുറിച്ച് അതും പാവപ്പെട്ട ആദിവാസികളുടെ പേരിൽ വ്യാജമായിട്ട് ഒപ്പുണ്ടാക്കി അങ്ങനെ കോടിക്കണക്കിന് രൂപ കേരളത്തെ പറ്റിച്ച് മാസങ്ങളോളം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയുടെ ചാനല്. അതിനുശേഷം മെസ്സി ഇവിടെ വരുമെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ ജനങ്ങളെ, യുവജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച ഒരു വ്യക്തിയുടെ ചാനല്. അതിലെ ഒരു റിപ്പോർട്ടർ പറയുകയാണ് എന്നെ ED അങ്ങോട്ട് ശരിയാക്കി കളയുന്നു. ആരെ ED ശരിയാക്കേണ്ടത്? ഈ ചോദ്യം ആ റിപ്പോർട്ടർ ചോദിക്കേണ്ടത് അയാളുടെ ഉടമയോടാണ് ചോദിക്കേണ്ടത്, എന്നോടല്ല ചോദിക്കേണ്ടത്. കാരണം ഒരിക്കൽ പിണറായി വിജയൻ പറഞ്ഞു, മടിയിൽ കനമുള്ളവനല്ലേ ഭയക്കണ്ടു എന്നുള്ളത്. മടിയിൽ കനമുള്ളത് ആരാണ്? ഈ പറഞ്ഞ ചാനലിന്റെ ഉടമയ്ക്കാണ്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരെ എങ്ങനെ മാന്യമായും നാട്ടുകാരെ പറ്റിക്കാതെയും ജീവിക്കണം എന്ന് പ്രവർത്തിച്ച് കാണിച്ചു തരുന്ന റിപ്പോർട്ടർ ടീം. അതിന്റെ ഓണർ ആൻഡോ അഗസ്റ്റിനെ പ്രതിയാക്കിക്കൊണ്ട് ഡിഫമേഷൻ കേസ് കൊടുക്കും. ഇത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ പറയുമ്പോഴത്തേക്ക് മരമുറി കേസല്ലേ ഉള്ളൂ അങ്ങനെക്കെതിരെ എന്നാണോ വിചാരിക്കുന്നത്? എന്നോട് ചോദിക്കാം. റിപ്പോർട്ടർ TV MD ആയ ആൻഡോ അഗസ്റ്റിനും സഹോദരങ്ങളും ഉൾപ്പെട്ട കേസുകളെ കുറിച്ച് നിലവിൽ ലഭ്യമായ വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. മുട്ടിൽ മരമുറി കേസ്. ആൻഡോ അഗസ്റ്റിനും സഹോദരങ്ങളായ റോജി അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവർക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേസാണിത്. വയനാട്ടിലെ മുട്ടിൽ വില്ലേജിൽ പട്ടയഭൂമിയിലെ സംരക്ഷിത ഈട്ടിത്തടികൾ നിയമവിരുദ്ധമായി മുറിച്ചു കടത്തി എന്നതാണ് കേസ്. ഈ കേസിൽ 84,600 പേജുകളുള്ള കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചത്. മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് മോഷണം, ഗൂഢാലോചന, ഔദ്യോഗിക രേഖകൾ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം സഹോദരങ്ങൾക്കെതിരെ 43 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാംഗോ ഫോൺ തട്ടിപ്പ്. മാംഗോ എന്ന പേരിൽ സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ ഇറക്കുമെന്ന് വാഗ്ദാനം നൽകി ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് 2.68 കോടി രൂപയോളം വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന കേസാണിത്. 2016 മാർച്ചിൽ ഈ ഫോണിന്റെ ലോഞ്ചിന് തൊട്ടു മുമ്പായി കൊച്ചിയിൽ വെച്ച് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് സാമ്പത്തിക കേസുകൾ. അമിത ലാഭം വാഗ്ദാനം ചെയ്ത് വിവിധ ബാങ്കുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പണം തട്ടിയെന്ന ആരോപണത്തിൽ കോട്ടയം, കളമശ്ശേരി, തൃപ്പൂണിത്തുറ, എറണാകുളം സെൻട്രൽ സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. വാഹനങ്ങൾ വിൽക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിൽ കളമശ്ശേരി പോലീസും ക്രൈംബ്രാഞ്ചും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് കേസ്. 2025 ഡിസംബറിൽ റിപ്പോർട്ടർ TV ഉടമയായ ആൻഡോ അഗസ്റ്റിനെതിരെ ചാനൽ റേറ്റിംഗിൽ കൃത്രിമം കാണിച്ചെന്ന് ആരോപിച്ച് കൊച്ചിയിൽ കേസെടുത്തിട്ടുണ്ട്. കോടതി പിഴ. മാധ്യമങ്ങളിൽ തനിക്കെതിരെയുള്ള വാർത്തകൾ തടയാൻ ഹർജി നൽകിയതുമായി ബന്ധപ്പെട്ട് ബംഗളൂരു കോടതി റിപ്പോർട്ടർ TVക്ക് 10,000 രൂപ പിഴ ചുമത്തിയിരുന്നു. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ഉത്തരവ് നേടിയതിനും പിന്നീട് അപേക്ഷ പിൻവലിച്ചതിനുമാണ് പിഴ ലഭിച്ചത്. ചുരുക്കത്തിൽ മുട്ടിൽ മരമുറി കേസ്, മാംഗോ ഫോൺ തട്ടിപ്പ്, ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് തുടങ്ങിയവയാണ് നിലവിൽ ഇദ്ദേഹത്തിനെതിരെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന കേസുകൾ. ഇതിൽ പല കേസുകളിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ യോഗ്യത അവിടെ ഇരുന്ന് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം വിധിക്കാനായിട്ട്? ഇത്രയും കേസുകൾ നിങ്ങൾക്കുണ്ടോ? സാധാരണക്കാരെ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ പേരിൽ എത്ര കേസുണ്ട്? ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെ കേസൊക്കെ വരുന്ന വളരെ സ്വാഭാവികമാണ്. ഇവര് ഈ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. ക്രിമിനൽ കേസുകൾ 5-6 ഉണ്ടെങ്കിൽ ഞാൻ ഏതോ വലിയ മനുഷ്യനാണ്, വലിയൊരാളാണ്, ഇവിടെ എല്ലാവരും എന്നെ പേടിക്കണം എന്ന രീതി. അതൊന്നുമില്ല കേട്ടോ. ക്രിമിനൽ ഇസ് എ ക്രിമിനൽ. ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു പ്രതി തന്നെയാണ്. അയാൾ ഇനി അതിനകത്തുനിന്ന് ഒഴിവായി അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നാട്ടുകാരെയും കോടതിയെയും ബോധിപ്പിച്ച് അയാൾ പുറത്തിറങ്ങി വരണം. അതുവരെയും അയാൾ പ്രതി തന്നെയാണ്. ഈ മരമുറി കേസിൽ വിക്ടിമുകളാക്കിയിരിക്കുന്നത് പാവപ്പെട്ട ആദിവാസികളെയാണ്. അതായത് സർക്കാരിൽ നിന്ന് മരം മുറിക്കാൻ ഉത്തരവുണ്ടെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് മുറിപ്പിച്ചിട്ട് അവസാനം കേസ് വന്നപ്പോൾ ഇത് അവർ മുറിച്ചു എന്നായി. ഒന്നാലോചിച്ച് നോക്കണം. ഇത്ര മനസാക്ഷിയില്ലാതെ ആദിവാസികളെ പോലും ചൂഷണം ചെയ്ത ഇയാളൊക്കെ 2020 NDA പ്രവേശനത്തിനെ വിമർശിക്കാൻ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് EDയുടെ നോട്ടീസ്. EDയുടെ നോട്ടീസ്. ഒരു നോട്ടീസിന് എന്ത് വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ED വിളിച്ചു കഴിഞ്ഞാൽ 10-15 വട്ടമോ പോകാൻ ഒരു മടിയില്ലാത്ത ആളാണ് സാബു ജേക്കബ്. എന്താണ് കാരണം? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്റെ മടിയിൽ ഖനമില്ല, എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല,
ഞാനിവിടെ സത്യസന്ധമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഈ പറയുന്ന എല്ലാ എക്സ്പോർട്ട് ചുങ്കം അടക്കമുള്ള എല്ലാ പറയുന്ന ടാക്സുകളും അടച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് പിഴ കൊടുക്കാൻ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്, അല്ലെ? അദ്ദേഹം അങ്ങനെയല്ലേ ജീവിച്ചിട്ടുള്ളൂ. നിങ്ങൾ പറ 2020 എന്ന പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇത്രയും വർഷങ്ങൾ കൊണ്ട് നാട്ടുകാർക്ക് കൊടുത്തതല്ലാതെ ഏത് നാട്ടുകാരിൽ നിന്നാണ് അയാൾ പിടിച്ചു പറിച്ചിട്ടുള്ളത്? എത്ര രൂപയാണ് നിങ്ങളുടെ അടുത്ത് മേടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കട്ടിട്ടുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇപ്പൊ തന്നെ NDAയിലേക്ക് പ്രവേശനം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് രാജിവെച്ചൊക്കെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ? ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്നാണോ? അല്ല. അവരുടെയൊക്കെ മനസ്സിൽ മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അപ്പോ 2020 ഉണ്ടാക്കിയ വ്യക്തി ഇവരോട് ആരോടും ചോദിച്ചില്ലത്രേ ഈ NDAയിലേക്ക് ലയിപ്പിക്കുന്നതിനെ കുറിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആരാണോ ഉണ്ടാക്കിയത് അയാള് ഇവരോടൊക്കെ ചോദിക്കുന്നത്. ഇവരൊക്കെ എവിടെയായിരുന്നു 2020 വരുന്നേക്ക് മുമ്പ്? ഇവരൊക്കെ എവിടെയായിരുന്നു? അതിന് മുമ്പ് ഉണ്ടായിരുന്ന പാർട്ടികളിലൊക്കെ ഇവർക്കുള്ള സ്ഥാനം എന്തായിരുന്നു? എല്ലാം ആലോചിച്ചിട്ടാണോ അവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൊ ഇത്തരം പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വ്യക്തിനെ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് ആക്രമിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കാനുള്ള കഴിവ് സാമാന്യ ജനം എന്ന രീതിയിൽ നമുക്ക് വരണം. ഇപ്പൊ ഇവർക്ക് ഈ ED നോട്ടീസ് ഒറ്റ കാര്യം ഇവർക്ക് അറിയാം. സാബു ജേക്കബിന് ഇതിലൊന്നും വീഴ്ത്താൻ പറ്റില്ല, ഇതൊന്നും ഒരു കാര്യമല്ല എന്ന് അവർക്കറിയാം. പക്ഷേ ആയുധമാണ് ഇവരുടേത്. ഒരാൾ സംസാരിക്കുമ്പോൾ എന്റെ വീഡിയോന്റെ അടിയിലും കൊണ്ടുവന്നിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ED നോട്ടീസ് വന്നില്ലേ, വാഷിംഗ് മെഷീൻ ആക്കിയില്ലേ, ഇതുകൊണ്ടല്ലേ ഇവർക്ക് പറഞ്ഞു നിൽക്കാൻ ഇതുപോലെ എന്തെങ്കിലും മുട്ടുന്യായം വേണം. അങ്ങനെ ഒരു മുട്ടുന്യായമാണ് ഇവരിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇദ്ദേഹം ആദ്യമായിട്ടൊന്നുമല്ല ഡിഫോമേഷൻ കേസ് കൊടുക്കുന്നത്. മുൻപ് ഇതേപോലെ മരിച്ചുപോയ PT തോമസ് ഇദ്ദേഹത്തിനെതിരെ മാലിന്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരുന്നു. 100 കോടി രൂപയുടെ ഡിഫോമേഷൻ കേസാണ് അദ്ദേഹം കൊടുത്തത്. കേസിന്റെ വിധി വരുന്നേക്ക് മുമ്പ് PT തോമസ് മരിച്ചുപോയി. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് പുതിയ കാര്യമല്ല. മാനവും അഭിമാനമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് തന്റെ പേരിൽ ഇല്ലാത്തൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെതിരെ നിയമപരമായ നടപടികൾക്ക് തന്നെ പോകും. അത് തന്നെയാണ് സാബുവും ജേക്കബും ചെയ്യാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, കാര്യമായ ഒരു കാര്യം ചെയ്യാൻ കഴിവില്ലെങ്കിൽ ഇങ്ങനെ പരദൂഷണം പറഞ്ഞാൽ മതിയോ? പൈപ്പിൻ ചോട്ടിൽ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറയുന്നത് പോലെ ഇങ്ങനെയാണോ നിങ്ങൾ മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത്? നിങ്ങൾക്ക് അല്പം പോലും ഒരു ധാർമ്മിക ബോധമില്ലേ? ഇനി ഞാൻ ഈ കേരള സർക്കാരിനോടാ ചോദിക്കുന്നത്. ഇത്രയധികം ക്രിമിനൽ കേസുകളുള്ള ആദിവാസികളെ പോലും പറ്റിച്ച ഇങ്ങേര് ഇവിടെ ചാനൽ നടത്തുന്നു ഈ കേരളത്തിൽ. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ധാർമ്മികതയാണ് പഠിപ്പിക്കുന്നത്, എന്ത് മാന്യത പഠിപ്പിക്കുന്നത്, എന്ത് മര്യാദയാണ് പഠിപ്പിക്കുന്നത്? ഈ ചാനൽ കണ്ടു വളരുന്ന കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ എങ്ങനെയാണോന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളെ PR കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് ഇവരാണല്ലോ, വേറെ ആരും അത് ചെയ്യുന്നില്ലല്ലോ. പൈസ കൊടുക്കുന്നത് ഓർക്കാം. നിങ്ങൾ ഇങ്ങനെ വൈറ്റ് വാഷ് ഇട്ട് ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവര് തന്നെ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണത്. അപ്പൊ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന സംഗതി എന്താണ്? ഇവിടെ 10-20 കേസുള്ളവന് ചാനൽ നടത്താം, അല്ലെ? ഒരു കുഴപ്പമില്ല. അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കേരളത്തിലെ കോടതിയൊക്കെ ഇനി കണ്ടമഴി ഓടിക്കുന്നുള്ളത് കൊണ്ട് ബാംഗ്ലൂരിൽ പോയി കേസ് കൊടുത്തു. ബാംഗ്ലൂരിലെ കോടതിയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി. അപ്പോ സാമൂഹികമായിട്ട് മനുഷ്യരുടെ ഇടയിൽ മാനം മര്യാദയ്ക്ക് ഈ പറയുന്ന പോലെ നിയമലംഘനങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു വ്യക്തി ഏത് രീതിയിലാണ് ചാനൽ നടത്താൻ യോഗ്യനാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കൾച്ചറാണ് ഇതിലൂടെ ഇവർ വളർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇവരെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ എവിടെ എത്തിച്ചേരും നമ്മുടെ നാട്? എന്താ 2020 പോലൊരു പാർട്ടി, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു പാർട്ടി നമ്മുടെ നാട്ടിൽ വരാൻ പാടില്ലേ? വാർത്തകൾ ഇങ്ങനെ പടച്ചുണ്ടാക്കുന്നതിന്റെ പുറകിൽ മറ്റൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? നമുക്കറിയാം, നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുവരെ അറിയാവുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇടതും വലതും മാത്രമാണ്. BJP അവരെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ്. അതും കൂടുതൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് ഒന്നും അവരനുഭവിച്ചറിയാത്തത് കൊണ്ട് തന്നെ അവർക്കറിയില്ല എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്, എന്തൊക്കെയാണെന്ന് അറിയില്ല. ഈ പത്രങ്ങളിൽ വരുന്നതും ഇതുപോലത്തെ ന്യൂസിലും ഒക്കെ വരുന്നത് കണ്ട് സത്യമാണെന്നാണ് അവർ വിശ്വസിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നത് തന്നെ. കണ്ടില്ലേ, BJPയിലേക്ക് പോയത് ജനങ്ങളെ സേവിക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാനോ അല്ല, മറിച്ച് ED വന്നതുകൊണ്ടാണ്. ഈ ഒരു സംഗതി അങ്ങ് പരത്തി വിട്ട് കഴിഞ്ഞാൽ 2020 സാബുവും ജേക്കബിന്റെ വിശ്വാസ്യത അങ്ങ് ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയിക്കോളും. ഇവരുടെ കാര്യം അതാണ്. ഇവരെ ഒന്നില്ലെങ്കിലും അവസാനം കൊണ്ടെത്തിക്കുന്നത് പെണ്ണുകേസിലാണ്. ഇപ്പൊ അദ്ദേഹത്തിനെ അങ്ങനെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് EDയുടെ പേരും പറഞ്ഞ് അങ്ങ് പൊക്കിക്കൊണ്ട് വന്നു എന്ന്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? പത്രം വായിക്കുമ്പോൾ വരുന്ന വാർത്ത സത്യമാണോ അല്ലയോ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് ആളുകൾ വായിക്കേണ്ട ഒരു ഗതികേടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ഉള്ളത് നമുക്ക് ഭയങ്കര ഒരു ഉപയോഗമായിട്ടുള്ള ഒരു കാര്യമാണ്. AI എങ്ങനെ സെർച്ച് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ എങ്ങനെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയണമെന്നുള്ളത് സാധാരണക്കാർ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം വ്യാജ വാർത്തകൾ പരത്തുന്ന പ്രത്യേക പ്രൊപ്പഗണ്ട കയ്യിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട നടപ്പാക്കാൻ വേണ്ടി ചില ആളുകളെ മുച്ചൂടങ്ങ് നശിപ്പിക്കാൻ വേണ്ടി വാർത്തകൾ പടച്ചുണ്ടാക്കുന്ന ഇവരെ പോലുള്ളവരുള്ളപ്പോ തീർച്ചയായും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചും കണ്ടും ചെയ്തേ മതിയാവും. ഇനി സാബുവും ജേക്കബിന്റെ ഏറ്റവും വലിയ വിശ്വാസതയാണ് നിയമപരമായി ഈ നെറേറ്റീവിനെതിരെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അയാൾക്ക് ഉറപ്പുള്ളപ്പോഴാണ് അയാൾ നിയമപരമായി ഇതിനെ നേരിടാനായിട്ട് മുന്നോട്ട് വരുന്നത്. പല അലിഗേഷനുകളുമായിട്ടൊക്കെ പുറത്ത് വന്നിട്ട് കേസ് കൊടുത്തൂടെ, സുപ്രീം കോടതി പോയിക്കൂടെ, ഇലക്ഷൻ കമ്മീഷനിൽ പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട എന്ന് പറയുന്നവരുടെ മനസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പമില്ല കോടതിയിൽ പോകാനും കേസ് കൊടുക്കാനും. എന്നെ മാനം നഷ്ടപ്പെടുത്തി, അതിന് എനിക്ക് നഷ്ടപരിഹാരം വേണം, ഇവരെ ശിക്ഷിക്കപ്പെടണം എന്ന് പറയാനും. ആ ഒരു ജെനുവിനിറ്റി ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് തന്നെ ഇദ്ദേഹം ജെനുവിനാണെന്നുള്ളതിന്റെ 100% തെളിവാണ്. ED വന്നതുകൊണ്ടാണ് NDAയിലേക്ക് പോയത് എന്നത് തെളിയിക്കാൻ ഒരു നോട്ടീസ് അല്ലാതെ ഒരു കിണ്ടിയും ഈ പറഞ്ഞ ഒരു ചാനലുകാരുടെയും കയ്യിലില്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രദർശിപ്പിക്കാൻ ഇവർക്ക് എത്ര നേരമാകും? അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒരു നോട്ടീസ് വരിക എന്ന് പറയുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. NDAയിലേക്ക് സാബുവും ജേക്കബ് പോയത് UDFന്റെയും LDFന്റെയും ശല്യം സഹിക്കാൻ പറ്റാണ്ടാണ്. അദ്ദേഹം ആഗ്രഹിച്ച പോലെ ജനങ്ങൾക്ക് നല്ലത് ചെയ്തുകൊണ്ട് കിഴക്കമ്പലം മോഡൽ കേരളം മുഴുവൻ വരണമെന്നുണ്ടെങ്കിൽ അധികാരമുള്ള ഈ പറയുന്ന ഞാഞ്ഞൂളുകളെ ഒന്നും പേടിക്കാത്ത നല്ല ഒരു പാർട്ടിയുടെ സപ്പോർട്ട് വേണമായിരുന്നു. അതാണ് മോദി കൊടുത്തത്, അതാണ് അദ്ദേഹത്തെ ആകർഷിച്ചത്. ഇതിനപ്പുറത്തേക്ക് വേറൊരു സംഗതി ഇല്ല. ഈ ഒരു സത്യം അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ED എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. കരഞ്ഞോളൂ ബുദ്ധിയും ബോധമുള്ളവർക്ക് കാര്യം മനസ്സിലാവും. അല്ലാതെ എന്ത് പറയാനാ? തുറന്നു കാണുക പോളി ന്യൂസ്.